ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഡീലിമിറ്റേഷനിൽ അബ്സല്യൂട്ട് ഈക്വാലിറ്റി സംസ്ഥാനങ്ങൾക്കിടയിൽ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകേണ്ടുന്നത് അത്യാവശ്യവുമാണ്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 25 വർഷത്തേക്ക് ഡീലിമിറ്റേഷൻ മരവിപ്പിക്കുക, ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷെ അത് സാധ്യമാണോ? നമുക്കറിയാം, ജനസംഖ്യയിൽ ലോകത്ത് തന്നെ 1ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു 25 വർഷം കൂടി ഈ നിലയിൽ മുന്നോട്ട് പോവുക എന്നത് സാധ്യമാണോ? ഡീലിമിറ്റേഷന്റെ ഗുണങ്ങൾ അപ്പാടെ തന്നെ വേണ്ടെന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതേസമയം ഇവിടെ നമ്മുടെ ഇടത് സഹയാത്രികൻ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ബദൽ നിർദ്ദേശങ്ങൾ, അത് GDP അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ, മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ, യൂറോപ്യൻ യൂണിയനെയും മറ്റുമൊക്കെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ 25 വർഷം ഇത് തടയുക എന്നത് ഏതെങ്കിലും തരത്തിലൊരു പരിഹാരമാകുമോ? ഒരിക്കലുമില്ല. അത് വലത് കാലിലെ മന്തെടുത്ത് ഇടത് കാലിൽ വയ്ക്കുന്നത് പോലെയുള്ളൂ. 1972 നമ്മളിത് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ നിയോജകമണ്ഡലങ്ങളിൽ അകത്തുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ ടോട്ടൽ നമ്പർ കഴിഞ്ഞ 52 വർഷമായിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് നീട്ടിവെക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? നമ്മളൊരു ഫെഡറൽ രാജ്യമാണ്, അർദ്ധ ഫെഡറൽ രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 47-50 കാലഘട്ടത്തിൽ ഭരണഘടന എഴുതിയ പശ്ചാത്തലത്തിലല്ല നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ വൻപിച്ച പുരോഗതിയും മുന്നേറ്റങ്ങളും രാജ്യത്തിന് വേണമെന്നും വളരെ താമസിയാതെ മറ്റൊരു 25 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2047 ആകുമ്പോൾ നമുക്ക് 100 വർഷം ആഘോഷിക്കണമെന്ന് പറയുമ്പോഴും രാജ്യത്തിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പം എന്താ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി? സംസ്ഥാനങ്ങൾ അസന്തുലിതമാണ്, ചരിത്രപരമായാണ്. ഒരു യഥാർത്ഥ ഫെഡറൽ രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് വേണം. അല്ലാതെ ചില സംസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടും മറ്റു ചില സംസ്ഥാനങ്ങൾ വൻപിച്ച കുതിപ്പും ഒക്കെ നേടുന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ നമുക്ക് വരുന്ന ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു ഡിലമ വരുന്നത്. 1 man 1 vote 1 value, ഒരു മനുഷ്യൻ ഒരു വോട്ട് ഒരു മൂല്യം എന്നുള്ള പ്രിൻസിപ്പിള് ദേശീയപരമായിട്ട് നമുക്ക് മണ്ഡലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാണുവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മണ്ഡലങ്ങളായിട്ട് തിരിച്ചു വരുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ അസന്തുലിതാവസ്ഥ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ തുടരുക ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഒന്ന്, അമേരിക്കയിലും മറ്റും ഉള്ളതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം ഉപരിസഭയായ രാജ്യസഭയിൽ നൽകുക. ഒരു 10 അംഗ സംഖ്യ 10 മതി. ഇപ്പോൾ കേരളത്തിന് 9 പേരാണ് ഇപ്പോൾ ഉള്ളത്, ഉത്തർപ്രദേശിന് 35 രാജ്യസഭയിലുള്ളത്. അത് വേണ്ട, നമുക്ക് 10 എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വൽ ആക്കാം. എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൂടാ? ഇനിയും 1-2 സംസ്ഥാനങ്ങൾ വന്നേക്കുമായിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏതാണ്ട് നമ്മൾ സെറ്റിൽ ചെയ്തല്ലോ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈക്വൽ റെപ്രസെന്റേഷൻ ഉപരിസഭയായ രാജ്യസഭയിൽ കൊടുത്തുകൂടാ? ഇത് ഒരു നിർദ്ദേശമാണത്. വളരെ കാര്യമായിട്ട് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞപ്പോൾ തന്നെ അത് സൂചിപ്പിച്ചതാണ്. രണ്ടാമത്, നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനസംഖ്യാടിസ്ഥാനം മാത്രം പരിഗണിക്കാതെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പുരോഗതിയിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ട്, എന്നാൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഇല്ല. തമിഴ്നാടിന് ഹ്യൂമൻ റിസോഴ്സ് പ്രോഗ്രസ് സമീപകാലത്ത് വന്നു, പക്ഷേ അവരുടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഡിമാൻഡുകൾ വ്യത്യസ്തമാണ്. അതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഡിമാൻഡുകൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഫിനാൻസ് കമ്മീഷനും അതോടൊപ്പം തന്നെ നീതി ആയോഗും പദ്ധതികളും നയങ്ങളും പ്രോജക്റ്റുകളും നൽകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത പാക്കേജോ വ്യത്യസ്ത രീതിയിലോ സഹായിക്കുക. അങ്ങനെ വേണം ഫണ്ടുകളെ ഡിവല്യൂഷൻ നടത്തേണ്ടത്, അങ്ങനെ വേണം ഗ്രാൻസുകൾ കൊടുക്കേണ്ടത്. അല്ലാതെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കില്ല. മാത്രവുമല്ല, അങ്ങനെ കൊടുത്തതിന്റെ ഫലമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് ഒരു ഇൻസെന്റീവ് കൊടുക്കേണ്ട ആവശ്യം രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കട്ടിംഗ് സൗത്ത് നിന്നും BJP ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു കാലത്തും തോന്നുന്നില്ല. കാരണം ആൾറെഡി അവർ കർണാടകയിൽ ഭരിച്ചു, എത്രയോ തവണ ഭരിച്ചു.
ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ കൂട്ടുഭരണത്തിലുണ്ട്. മാത്രമല്ല ഉത്തരേന്ത്യയിൽ അവർക്ക് സീറ്റുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കട്ടിംഗ് സൗത്ത് നോർത്ത് സൗത്ത് എന്നുള്ള ബൈനറിക്ക് ഒരർത്ഥവുമില്ല. മഹാരാഷ്ട്ര എന്തായാലും ഉത്തരേന്ത്യയിലല്ല, പശ്ചിമ ബംഗാൾ ഉത്തരേന്ത്യയിലല്ല, ഗുജറാത്ത് ഉത്തരേന്ത്യയിലല്ല. അപ്പോൾ അതുകൊണ്ട് നോർത്ത് സൗത്ത് എന്നുള്ള ആ ഒരു ബൈനറി സ്റ്റാലിൻ കൊണ്ടുവരുന്നത് വളരെ അപകടകരമാണ്. സ്റ്റാലിൻ്റെ പാർട്ടി DMK 1972 വരെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകണമെന്ന് സെപ്പറേറ്റിസ്റ്റ് പാർട്ടിയായിരുന്നു. അതിന്റെ ഭരണഘടനയിൽ 72-ലാണ് മാറ്റം വരുത്തിയത്. പിന്നീടാണ് പിൽക്കാലത്ത് വാജ്പേയി ഗവൺമെന്റിലും മൻമോഹൻ സിംഗ് ഗവൺമെന്റിലും ഒക്കെ അധികാരത്തിൽ വന്നത്. ഇന്നിപ്പോൾ അവർ ഒരു ഇന്റഗ്രേഷന്റെ പാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം അവസരങ്ങൾ പറയുന്നത് രാജ്യത്തിന് വലിയ പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ ഞാൻ അക്കാഡമിക്കായിട്ട് ഫെഡറലിസം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ പറയാം, സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വേണം. ആ സന്തുലിതാവസ്ഥ നിർബന്ധമാണ്. ആ അസന്തുലിതാവസ്ഥ പണ്ടുണ്ടായിരുന്നുകൊണ്ടാണ് നാഗാലാൻഡും ഉത്തരേന്ത്യ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം നമ്മളിൽ നിന്ന് വേറിട്ട് മറ്റ് ഛിദ്രശക്തികളുടെ പാർട്ടിയിൽ വന്നു, സംഘടനമുണ്ടാക്കി. ഇപ്പോൾ തന്നെ മണിപ്പൂർ മറ്റൊരു കാരണമാണെങ്കിലും നമ്മളുമായിട്ട് വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുമ്പൊക്കെ ഞങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ, ഞാൻ ഔദ്യോഗികമായിട്ടൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവർ പറയും, ഓക്കെ യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തന്നെ എത്രത്തോളം രാജ്യത്തിന്റെ ഇന്റഗ്രേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ സംസ്ഥാനങ്ങളെ ഏകോപിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ചുമതല ആർക്കാണ്? തീർച്ചയായിട്ടും ജനങ്ങൾക്കാണ്, മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്കാണ്, കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് വരേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ നയങ്ങളാണ് പ്രധാനം, അലോട്ട്മെന്റാണ് പ്രധാനം, അല്ലാതെ പാർലമെന്റിനകത്ത് അംഗസംഖ്യ അവരുടെ തീരുമാനമല്ല പ്രധാനം. അങ്ങനെ തീരുമാനിക്കാൻ പോകരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അറിയാമല്ലോ, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് കിട്ടുന്നു, ബീഹാറിന് പ്രത്യേക പാക്കേജ് കിട്ടുന്നു. കൃത്യമായിട്ട് അറിയാമല്ലോ, അത് രാഷ്ട്രീയമാണ്, മറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഇത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള വാദത്തോടും എനിക്ക് യോജിപ്പില്ല. കാരണം അംഗസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു രീതി അറിയാമല്ലോ, രാഷ്ട്രീയ രംഗത്ത് ഒരു ഒഴുക്ക് വന്നാൽ, തരംഗം വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ ഏത് തരത്തിൽ മാറുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് BJPക്ക് മാത്രം ഗുണം ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. നാളെ കോൺഗ്രസിനായിരിക്കും ഇത് ഗുണം ചെയ്യുന്നത്. രണ്ടായാലും ജനസംഖ്യ അടിസ്ഥാന എക്സ്ക്ലൂസീവായിട്ട് അത് മാത്രം എടുത്തുകൊണ്ട് നയരൂപീകരണം നടത്തരുത്. ഫിനാൻസ് കമ്മീഷനും തീർച്ചയായിട്ടും നീതി ആയോഗവും മറ്റ് പല ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ, ജനുവിൻ ആവശ്യങ്ങൾക്ക് വേണം സപ്പോർട്ട് കൊടുക്കാൻ. തീർച്ചയായും.